ലോകമിന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാനിൽ ആരംഭിച്ച യുദ്ധം ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയെ ആകെ ബാധിക്കുന്നതാണ്, തകിടം മറിക്കുന്നതാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓർമ്മപ്പെടുത്തിയ ഒരു സന്ദേശമുണ്ട്. ഗൺ വേഴ്സസ് ബട്ടർ. തോക്കിനാണോ വെണ്ണക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരു രാജ്യം തങ്ങളുടെ പരിമിതമായ വിഭവങ്ങൾ ആയുധത്തിനും യുദ്ധത്തിനും വേണ്ടിയാണോ ചിലവഴിക്കേണ്ടത്, അല്ല ബട്ടറിന് വേണ്ടിയാണോ? അഥവാ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, പട്ടിണി മാറ്റാൻ, ദാരിദ്ര്യമകറ്റാൻ, ഇത്തരം കാര്യങ്ങൾക്കാണോ ചിലവഴിക്കേണ്ടത്? IMF ലോകത്തോട് ചോദിക്കുന്നത് ഗൺ ഓർ ബട്ടർ, തോക്കാണോ വേണ്ടത്, വെണ്ണയാണോ വേണ്ടത്? ഓരോ രാജ്യങ്ങളും അവരുടെ വിഭവവും സമ്പത്തും ഇത്തരം ആയുധങ്ങൾ വാങ്ങാൻ, പടക്കോപ്പുകൾ ഉണ്ടാക്കാൻ, യുദ്ധ സജ്ജീകരണത്തിന് വേണ്ടിയാണോ ചിലവഴിക്കേണ്ടത്, അല്ല രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണോ? അവിടെയുള്ള പട്ടിണി മാറ്റാൻ, ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ, ജനങ്ങളുടെ ദാരിദ്ര്യം അകറ്റാൻ, വിശപ്പകറ്റാൻ, ഇതിന് വേണ്ടിയാണോ ചിലവഴിക്കേണ്ടത്? ഗണ്ണാണോ വേണ്ടത്, അല്ലെങ്കിൽ ബട്ടറാണോ വേണ്ടത് എന്ന ചോദ്യമാണ് IMF ഉന്നയിക്കുന്നത്. ലോകമിന്ന് ദാരിദ്ര്യത്തോടും കാലാവസ്ഥാ വ്യതിയാനത്തോടും പടപൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് ദരിദ്ര രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും അവരുടെ പരിമിതമായ സമ്പത്തിൻ്റെ 1/4 പങ്കും ആയുധങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. പല രാജ്യങ്ങളും അവരുടെ സമ്പത്തിൻ്റെ 1/4 പങ്കും ചിലവഴിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു രാജ്യം പോർവിമാനം നിർമ്മിക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് ഡോളറുകൾ അതിനുവേണ്ടി ചിലവഴിക്കും. ആ ചിലവഴിക്കുന്ന തുക ആ രാജ്യത്ത് ഹോസ്പിറ്റൽ, സ്കൂൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട തുകയാണ്. യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ ചിലവഴിക്കുന്നത്. വിദ്യാലയം നിർമ്മിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു, ഹോസ്പിറ്റൽ നിർമ്മിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഭീമമായി വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ വലിയ ഒരു വിഭാഗം ജനങ്ങളും പോഷകാഹാരക്കുറവിൻ്റെ പേരിൽ, ശുദ്ധജലമില്ലാത്തതിൻ്റെ പേരിൽ യാതനകൾ അനുഭവിക്കുമ്പോഴാണ് അത്തരം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അയൽ രാജ്യത്തിൻ്റെ ശാസ്ത്രവത്തെ നേരിടാൻ, അയൽ രാജ്യത്തിൻ്റെ ആക്രമണത്തെ നേരിടാൻ തങ്ങളുടെ എല്ലാ സമ്പത്തും പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ സൃഷ്ടിച്ച യുദ്ധഭീതിയാണ് എല്ലാ രാജ്യങ്ങളെയും ഭരിക്കുന്നത്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ സമ്പത്തിൻ്റെ 1/4 പങ്കും പ്രതിരോധ ആവശ്യത്തിന് ചിലവഴിക്കുക വഴി ആ രാജ്യത്തെ വികസന സ്വപ്നങ്ങൾ ഇല്ലാതാവുകയാണ്. ഒരു തലമുറക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും നിഷേധിക്കപ്പെടുകയാണ്.